ഹലോ ലക്ഷ്മി ഡിയർ, വെൽക്കം ടു VMC മലയാളം മൈ ഡിയർ ലിറ്റിൽ ഏഞ്ചൽ. അപ്പോൾ എൻ്റെ പൊന്നു മോള് എപ്പോൾ മുതലാണ് ധ്യാനം ചെയ്യാൻ തുടങ്ങിയത്? ധ്യാനം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മോളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? ആരാ മോൾക്ക് ധ്യാനം പഠിപ്പിച്ചു തന്നത്? പറയൂ. എനിക്ക് ധ്യാനം പഠിപ്പിച്ചു തന്നത് എന്റെ താരയമ്മയാണ്. താരാമ്മ നമ്മുടെ കൊല്ലം VMC ഗ്രൂപ്പിന്റെ അഡ്മിനാണ് അവര്. ഓക്കെ, യെസ് മാ. അപ്പൊ താരമ്മ ഇത് പറഞ്ഞ ഉടനെ എന്റെ പൊന്നു മോൾക്ക് മനസ്സിലായോ മെഡിറ്റേഷൻ ചെയ്യാൻ? മനസ്സിലായി. എന്നിട്ട് ചെയ്തോ? ആദ്യം തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ താരയമ്മയെ ഞങ്ങളെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഞാൻ താരയമ്മയടുത്ത് ചോദിച്ച് എന്താ മാംസാഹാരം ഉപയോഗിക്കാത്തതെന്ന്. അപ്പൊ ഒരു ജീവൻ എനിക്ക് വേണ്ടാന്ന് താരയമ്മ പറഞ്ഞപ്പോൾ എനിക്ക് മാംസം തന്നെ കഴിക്കാനായിരുന്നു തോന്നിയത്. അതായത് താരമ്മ അത് പറഞ്ഞെങ്കിലും അല്ലെ, ജീവിയെ ഒരു ജീവിയുടെ പ്രാണനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഫുഡ് എനിക്ക് വേണ്ടാന്നുള്ള തീരുമാനമാണെന്ന് താരമ്മ പറഞ്ഞപ്പോ മോളോടത് പറഞ്ഞപ്പോ മോൾക്ക് അപ്പൊ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ എപ്പോഴാ മനസ്സിലായി? പിന്നെ 5-6 ദിവസം കഴിഞ്ഞ് താരമ്മ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിനെ കൊല്ലുന്നത്, അതിന് നമ്മളെ ഒരാളെ കൊല്ലുന്നതിന് പകരം അതായിട്ടല്ലേ, അതുകൊണ്ട് നമ്മളെ കൊല്ലുന്നത് പോലെ തന്നെയാണ് അതിനും വേദന ഉണ്ടാവുക എന്ന് പറഞ്ഞു തന്നു. അപ്പൊ മോൾക്കത് മനസ്സിലായോ? മനസ്സിലത് ഒരു വിഷമമായി കിടന്ന്. പിന്നെ ഞാൻ താരമ്മയുടെ വീട്ടിൽ വന്നപ്പോ ഞാൻ താരമ്മയുടെ ചോദിച്ചു, ഞാൻ വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക, എനിക്ക് ധ്യാനങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ താരമ്മ എനിക്ക് പറഞ്ഞത്. പിന്നെ പോലും ഇതുവരെയായിട്ട് എനിക്ക് നോൺ വെജ് കഴിക്കാൻ തോന്നിയിട്ടില്ല. അത് തന്നെ. അപ്പൊ താരമ്മയെ പോലുള്ള ഒരു ദിവ്യാത്മ സ്വരൂപ ആചരിച്ചിട്ട് പറഞ്ഞു തന്നത് കാരണല്ലേ എന്റെ പൊന്നു മോളന്ന് മാറ്റിയത് അല്ലെ? മോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ് വരെ ഏതെങ്കിലും ഒരു ടീച്ചറോ പേരൻസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആചാര്യന്മാരോ നമുക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടോ? നോൺ വെജ് കഴിക്കരുത്, ജീവഹിംസ മഹാപാപമാണ്, അഹിംസയാണ് ഈ പ്രപഞ്ചത്തിലെ പരമമായ ധർമ്മം, എല്ലാ ജീവികളിലും ഉള്ളത് അതേ ദൈവസ്വരൂപം, നമ്മുടെ ഉള്ളിലുള്ള അതേ ദൈവപദാർത്ഥം ബ്രഹ്മപദാർത്ഥം തന്നെയാണ്, അതേ ദിവ്യാത്മ സ്വരൂപം തന്നെയാണ് എല്ലാ ജീവികളും. അപ്പൊ ദൈവത്തിന്റെ അവതാരങ്ങൾ തന്നെയാണ്, ദൈവാംശങ്ങൾ തന്നെയാണ് അതിലുള്ളത്. അതിനെ കൊല്ലരുത്, അതിനെ കൊന്നു കഴിഞ്ഞാൽ ദൈവം പൊറുക്കില്ല. ദൈവത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കണമെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിലും ദൈവം പറഞ്ഞത് അനുസരിക്കണം. ഒരു ജീവിയും കൊന്നു ഭക്ഷിക്കരുത്, ശവക്കറി തിന്നരുത് എന്ന് നമുക്ക് താരമ്മയെ പോലുള്ള ഒരാൾ VMC ശിവാജിയെ പോലെ ഓരോരുത്തർ ഇരുന്ന് പറയുകയാണെങ്കിൽ എന്നേ ഇത് കേൾക്കുന്നവരിൽ മാറ്റം വരില്ല. അപ്പൊ നമ്മളെ കേൾപ്പിക്കാത്തത് കൊണ്ടല്ലേ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത്. മോളുടെ ക്ലാസ്സിൽ എത്ര പേര് വെജിറ്റേറിയൻ കഴിക്കുന്നവരുണ്ട്? എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ വെജിറ്റേറിയൻ കഴിക്കുന്നത്. അപ്പൊ താരമ്മയെ പോലുള്ള ഒരാള് അവർക്കൊക്കെ അടുത്ത വീട്ടില് സ്നേഹത്തോടു കൂടിയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, ആചരിക്കുന്ന ഒരു ദിവ്യാത്മ സ്വരൂപം അവർക്കൊക്കെ ഒരു ടീച്ചറായിട്ട് ഈ ഒരു സത്യം പറയാൻ കിട്ടിയിരുന്നെങ്കിൽ അവരും മോളെ പോലെ ഇന്ന് ഇത്രയും നല്ലൊരു ജീവിതം ജീവിക്കാമായിരുന്നില്ലേ അല്ലേ? ഇതാണ് നമ്മുടെ ലോകത്തിന്റെ പ്രസ്തുത പരിസ്ഥിതി. അപ്പൊ മോൾ എന്ത് ചെയ്യണം? അപ്പോ ഈ അറിഞ്ഞ അറിവിനെ മറ്റുള്ളവരിലേക്ക് സത്യസന്ധമായി പറയണം. ഓരോ ജീവിയുടെയും പ്രാണവേദന, അത് മരിക്കുമ്പോഴുണ്ടാവുന്ന അതിന്റെ ആർത്തനാദം, അതിന്റെ മൂകമായിട്ടുള്ള അതിന്റെ ആ ഒരു പ്രാണവേദന, ആ ഒരു ആത്മഘോഷ ശാപത്തെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. അത് പാപാഹാരമാണ്, ശാപമായിട്ടുള്ള ആഹാരമാണ് എന്നുള്ളത്. ഓക്കെ, അത് തിന്നതിനെ, അതായത് ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ മാത്രമല്ല കൊലപാതകി, ഒരു ജീവിയെ കൊല്ലുന്നവനും കൊലപാതകത്തിൽ സമാന പങ്കാളിയാണ്, അവനും കൊലപാതകി തന്നെയാണ്. അതിൽ നിന്നും ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. ഇതാണ് നിയമം അല്ലെ? ഇപ്പൊ നമ്മൾക്ക് എന്തിനും നിയമം ഇല്ലേ മോളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ? അപ്പൊ ഒരു ജീവിയെ കൊല്ലുന്നതിന് നിയമമില്ലേ? ഒരു ജീവിയെ കൊല്ലുന്നതിന്റെ സൈഡ് എഫക്ട്സ്, അനന്തരഫലങ്ങൾ, ക്രൂരമായിട്ടുള്ള പണിഷ്മെന്റ് ഈ മനുഷ്യൻ കൊന്ന പാപം തിന്നു തീർക്കണം എന്നാ പറയുന്നത്. ഏത് കൊന്ന പാപം ആ ജന്തുവിനെ തിന്നാൽ കഴിയുന്നല്ല, കൊന്ന് തിന്ന പാപം ആ ഇറച്ചി എത്ര ശതമാനമാണോ ഒരു വ്യക്തി തിന്നതെങ്കിൽ ആ ഇറച്ചി, ആ തിന്നതിന്റെ ആ പ്രാണവേദന, ആ ഒരു ആത്മാവിന്റെ ആത്മഘോഷ ഈ വ്യക്തിയെ ദുരിതങ്ങളായും രോഗങ്ങളായും ദീർഘകാല വ്യാധികളായിട്ടും മനഃശാന്തി ഇല്ലാതെയും ദുരിതങ്ങളും നഷ്ടങ്ങളും വിരഹങ്ങളും ആയിട്ട് ഇതിനെ തിന്നുകൊണ്ടേയിരിക്കും എന്നർത്ഥം. കൊന്ന് തിന്ന പാപം നിന്നെ തിന്ന് 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 തീർക്കും എന്നുള്ളതിനെയാണ് പല അജ്ഞാനികളും കൊന്നാൽ പാപം തിന്നാ തീരുവെന്നാക്കിയത്. അപ്പൊ എന്റെ പൊന്നുമോളി ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഇനി മുതൽ. ഓക്കെ, പറഞ്ഞു കൊടുക്കുമ്പോ കേൾക്കുന്നുണ്ട് ആരെങ്കിലും? ഞാൻ സ്കൂളില് ചെന്ന് എന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയും, പക്ഷെ അവരെന്നെ തള്ളിക്കളയത്തോളം അവരിന്ന് കേൾക്കത്തെ. കേൾക്കാൻ സമയമായിട്ടില്ല അല്ല. ഇത് കേൾക്കണമെങ്കിൽ ഒരുപാട് ശക്തിയുള്ളവർക്കും ആ ഒരു സുസ്ഥിതിയുള്ളവർക്കും പൂർവ്വജന്മ സുഹൃതങ്ങളും പുണ്യങ്ങളുടെ അളവൊക്കെ കൂടുതലുള്ളവർക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് കേൾക്കാൻ പറ്റില്ല ബേബി. ഓക്കെ, പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോ മോൾക്ക് എന്ത് തോന്നി? മെഡിറ്റേഷൻ ഇഷ്ടമായോ? എന്താണ് മെഡിറ്റേഷൻ? പറ.
മെഡിറ്റേഷൻ ചെയ്തിട്ട് തന്നെ എനിക്ക് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. എത്ര സമയം എന്റെ മോള് ചെയ്യായിരുന്നു? 1 മണിക്കൂർ. സ്കൂളുള്ള ദിവസം രാവിലെ 1 മണിക്കൂർ ചെയ്യും, ഇല്ലാത്ത ദിവസം 1.5 മണിക്കൂറൊക്കെ ചെയ്യും. അരെ ബാബാ, എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 6 മാസം. 6 മാസം ഡെയിലി 1 മണിക്കൂർ 1.5 മണിക്കൂർ ധ്യാനം ചെയ്യുമ്പോ മോളിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ? മാറ്റങ്ങൾ എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പം ഒട്ടും വയ്യ. അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യ. ഞാൻ ധ്യാനം ചെയ്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ അവർക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പറയുമ്പോ അവര് കേക്കത്തെ ധ്യാനം ചെയ്യത്തൊന്നുമില്ല. താരയമ്മ കുറെ വട്ടം വിളിച്ച പക്ഷെ അവര് വരുത്തൊന്നുമില്ല. നോൺ വെജ് തന്നെ അവര് കഴിക്കത്തുള്ളൂ. അതെ, മോളിൽ വന്ന ഈ മാറ്റം പോലും അവരിൽ ഒരു തിരിച്ചറിവും ഉണ്ടാക്കുന്നില്ല അല്ലെ? മോളവിടെ ധ്യാനം ചെയ്യുന്നത് കൊണ്ടും ധ്യാനം ചെയ്തിട്ട് മോള് ആ ഒരു വെള്ളത്തിലേക്ക് ധ്യാനശക്തിയെ പ്രവേശിപ്പിച്ച ഒരു ദിവ്യ സങ്കല്പമാണ് അല്ലെ? മോള് ചെയ്ത ധ്യാനം, ആ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തെ ഹൃദയത്തോട് ചേർത്ത് ഐ ലവ് യു, താങ്ക് യു പറഞ്ഞ് അതിന് അമൃത സമാനമാക്കി അല്ലെ? അതങ്ങനെ അവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഇത് അവനവന് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് പോലും അവർക്കില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അവരിൽ മാറ്റം വരട്ടെ മോളെ. സമയം പിടിക്കും. മോള് ഇനിയും ധ്യാനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്തോറും, ധ്യാനത്തിന്റെ അളവ് കൂട്ടുന്തോറും മോളിലുള്ള മാറ്റം, മോളിലുള്ള പോസിറ്റീവ് ഓറ, അന്തരംഗ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ മോളിൽ വന്ന ദിവ്യമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ അവരിൽ ക്രമേണ മാറ്റം വരും. ഓക്കെ, മോള് തുടരുക. ധ്യാനം എന്ത് തന്നെ വന്നാലും ധ്യാനം മുടക്കരുത്. ധ്യാനം ചെയ്യുന്നതിന് അവർക്ക് എതിർപ്പുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നുമില്ല. നേരത്തെ എന്തുകൊണ്ടാ ഉണ്ടായിരുന്നേ? ആദ്യം ഞാൻ നോൺ വെജ് കഴിക്കാത്തോണ്ട് ഞാൻ കനക്കാത്ത അങ്ങനെയൊക്കെ പറഞ്ഞ് തടിക്കാത്തത് അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമായിരുന്നു. പിന്നെ ഞാൻ ധ്യാനം ചെയ്ത് വരുന്നതുകൊണ്ട് ഇപ്പൊ ഒന്നും പറയത്തില്ല. അവരിൽ തന്നെ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. മോള് ധ്യാനം ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ഇറച്ചി തിന്നാൽ ഇറച്ചിയാണ് വർദ്ധിക്കുക. ഇറച്ചി തിന്നാൽ നമുക്ക് പോഷക ഗുണങ്ങളൊന്നും കിട്ടില്ല. പലരും പറയും പ്രോട്ടീൻസ് കിട്ടണം. അപ്പൊ കാട്ടിലെ കാട്ടുപോത്തും ആനകളും ഒക്കെ ഈ പ്രോട്ടീൻസിന് ഇറച്ചിമീനും തിന്നിട്ടാണ് അവർക്ക് പ്രോട്ടീൻസ് കിട്ടുന്നത്? അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇറച്ചി തിന്നാൽ ഇറച്ചിയാണ് വർദ്ധിക്കുന്നത്. ബുദ്ധി വർദ്ധിക്കുക, ബുദ്ധി ശുദ്ധീകരിക്കുക ഒന്നുമില്ല. നമ്മൾ തിന്നുന്ന ആഹാരം എത്ര നീചമായിട്ടുള്ള ആഹാരമാണോ, എത്ര ഭയം അല്ലെങ്കിൽ ആ പാപമാണോ നമ്മൾ കഴിക്കുന്നെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മുടെ മനസ്സും സ്വഭാവവും ശരീരത്തിലുണ്ടാവുന്ന രോഗങ്ങളും അല്ലെ, സംസ്കാരങ്ങളും ഒക്കെ നമ്മുടെ ആഹാരത്തിനനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ ആഹാരത്തിൽ നിന്നും മോള് മഹാകരുണ ശുദ്ധീകരണ പ്രക്രിയ തുടങ്ങിയെങ്കിൽ ആ മാറ്റം വിപ്ലവാത്മകമായിട്ട് മോളുടെ കുടുംബത്തിൽ വരും. ഓക്കെ, ഇപ്പൊ ധ്യാനം ചെയ്തതിനു ശേഷം മോളിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? എനിക്ക് ആദ്യം വായിക്കാനും പിന്നെ പഠിച്ചത് എനിക്ക് ഓർമ്മയൊന്നും നിൽക്കത്തില്ലായിരുന്നു. ധ്യാനം ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എന്ത് പഠിച്ചാലും എന്ത് ഒരു ബോഡി കണ്ട് വായിച്ചാലും അതെന്റെ മനസ്സിൽ ഇപ്പൊ നിൽക്കും. ധ്യാനം പറഞ്ഞ എന്താ ശൂന്യല്ലേ മുന്നോ? അപ്പൊ അതായത് സ്പേസ്, അനാവശ്യമായിട്ട് ചിന്തിക്കാൻ മാത്രം നമ്മൾ ഉപയോഗിച്ചിരുന്ന മനസ്സിന് കുറച്ച് വിശ്രമം കൊടുത്തപ്പോ പഠിച്ചതെല്ലാം അവിടെ സേവായി അല്ലേ? അല്ലെങ്കിൽ മനസ്സ് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പഠിച്ചതിനെയൊക്കെ ഗ്രാസ്പ് ചെയ്യാന് സ്ഥലമില്ല അവിടെ. അപ്പൊ സ്പേസ് കൊടുത്തു. ആലോചന ഇല്ലാത്ത, ആലോചന രഹിത സ്തുതിയാണ് മെഡിറ്റേഷൻ. മനസ്സിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് കിട്ടും. അതായത് മനസ്സ് വിശ്രമമില്ലാതെ തന്നെ നമ്മൾ ഒരുപാട് നേടിയില്ലേ പൊന്നു? അതിന് വിശ്രമം കൊടുത്ത് അതിന്റെ 10,000 ഇരട്ടി സാധിക്കാൻ പറ്റും. അതിന്റെ ഒരു കുഞ്ഞു തുടക്കമാണ് പഠിച്ചതെല്ലാം ഓർമ്മ കിട്ടുക എന്നുള്ളത്. അപ്പൊ ഈ വിഷയം മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോ മെഡിറ്റേഷൻ? അപ്പൊ അവര് പറയും അതൊക്കെ തോന്നലാ, എല്ലാവർക്കും പഠിക്കാൻ കഴിവുണ്ടല്ലോ എന്നൊക്കെ അവര് പറയും. അതൊക്കെ തോന്നലാണെന്നാ പറയുന്നത്. അതാ പറയണത്, ഈ ഒരു ആത്മവിദ്യയെ കുറിച്ച് മെഡിറ്റേഷൻ എന്നുള്ളത് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഏതാ പഠിക്കേണ്ടത്? വയറ്റപ്പഴപ്പിനുള്ള പഠിപ്പാണോ പഠിക്കേണ്ടത് ഉണ്ണിയെ? അല്ല, നമ്മെ നാം അറിയണം, മനസ്സിന് വിശ്രമം കൊടുക്കണം. മനസ്സ് എന്താണ്, ആത്മാവ് എന്താണ്, ശ്വാസം എന്താണ് അല്ലെ, ഓർമ്മശക്തിക്ക് വേണ്ടി നമ്മുടെ അന്തരംഗം ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് മിനിമം ഒരു പീരീഡിൽ ഒരു 20 മിനിറ്റെങ്കിലും ഒരു കുട്ടിക്ക് പഠിപ്പിക്കാൻ ഒരു സ്കൂളും തയ്യാറെടുത്താല് ആ സ്കൂളിലെ കുട്ടികളുടെ മൊത്തം ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയില്ലേ മോളെ? ദിവ്യമായിട്ടുള്ള കുഞ്ഞുമക്കളായിട്ട് മാറ്റിയെടുക്കാൻ ഓരോ സ്കൂളിലും പറ്റില്ലേ? ഈ മെഡിറ്റേഷൻ എല്ലായിടത്തും കമ്പൽസറി ആവട്ടെ. അപ്പൊ മോള് ധ്യാനം ചെയ്തിട്ട് ഇനി മോൾക്ക് എന്താണ് മോളുടെ ലക്ഷ്യം? എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് പഠിച്ച് ഒരു വലിയ ജോലി നേടണം ധ്യാനത്തിലൂടെ. അതാണ്. എന്നിട്ട് ഈ ധ്യാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ആ ജോലി സഹായകമാവണം അല്ലേ? ഓക്കെ, ഇനി എന്തെങ്കിലും മോൾക്ക് പറയാനുണ്ടോ? പിന്നെ ഞാൻ നേരത്തേക്കാണെങ്കിൽ ഞാൻ ധ്യാനം ചെയ്യുന്നതിന് മുമ്പ് എന്തോ ഞാൻ മനസ്സിൽ വിചാരിച്ചാലും അത് സാധിക്കത്തില്ല. ഇപ്പോഴാണെങ്കിൽ ഞാൻ എന്ത് മനസ്സിൽ കാണുന്നതും എനിക്ക് താരയമ്മ സാധിച്ചു തരും. ആ താരയമ്മ അറിഞ്ഞ് തന്നെ എനിക്ക് സാധിച്ചു. മോള് മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും അത് താരമ്മയ്ക്ക് മനസ്സിലാവുന്നു എങ്കിൽ മോളുടെ ചിന്തകള് സ്റ്റോപ്പായി. മനസ്സിന് വിശ്രമം കൊടുത്തപ്പോ ഡയറക്റ്റ് കണക്ട് ആയി അല്ലേ?
നമ്മൾ എന്താഗ്രഹിക്കുമ്പോഴും വിശ്വത്തിലേക്കാണ് പോകുന്നത്. ഇതുവരെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? നിരന്തരം ആലോചന ട്രാഫിക്കാണ് നമുക്ക്. ഇതിൽ നിന്ന് യൂണിവേഴ്സിലേക്ക് ആ ഒരു ആഗ്രഹം പോയിരുന്നില്ല. ഇപ്പൊ യൂണിവേഴ്സിലേക്ക് ആ ഡയറക്റ്റ് ആഗ്രഹം പോകുമ്പോൾ താരമ്മയിലൂടെ യൂണിവേഴ്സ് മോൾക്കത് നടത്തി തരും. എന്തുകൊണ്ടാ? മോള് ശൂന്യവുമായിട്ട് സഹവാസം തുടങ്ങി, മനസ്സിന് വിശ്രമം കൊടുത്തു. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ണിയെ? മനസ്സിന് വിശ്രമം, അനാവശ്യമായിട്ടുള്ള ചിന്തകളില്ലാതെ ലിവ് ഇൻ പ്രസന്റ് മൊമെന്റ് അല്ലെ, ശൂന്യവുമായിട്ട് സാങ്കത്യം. ഓക്കെ, പിന്നെന്തൊക്കെയാ? പിന്നെ എന്റെ ചേച്ചി ഈ ഇടയ്ക്കൊന്ന് വീണായിരുന്നു. അങ്ങനെ ഒട്ടും കുറവില്ല, എന്നെയൊക്കെ അമ്മയൊക്കെ ഇട്ടുകൊടുത്തിട്ടും കുറവൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നി ധ്യാനം ചെയ്തോണ്ട് കൊടുത്ത വെള്ളം കുടിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി എണീച്ച് നടന്നു. അത് തന്നെ വലിയൊരു അത്ഭുതമായിരുന്നു. അതായത് മോൾ അത്രയും പരമ പവിത്രമായിട്ട് ധ്യാനം ചെയ്തു, ആ ശക്തി ആ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ച് അത് കൊടുത്തപ്പോൾ തന്നെ എണീറ്റ് നടന്നു എന്ന് കരുതി ഈ മിറാക്കിൾസ് മറ്റുള്ളവർക്ക് വേണ്ടി മോളുടെ പ്രാണശക്തി ദുർവിനിയോഗം ചെയ്യുന്നത് മഹാപരാധമാണ്. അവർക്കും ഇതൊക്കെ സാധ്യമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനേ പാടൂ. എന്നും മോള് ധ്യാനം ചെയ്യുന്നത് മോളുടെ ആത്മചൈതന്യ വിസ്തരണയ്ക്ക് വേണ്ടിയും മോളുടെ ആധ്യാത്മിക പ്രഗതിക്ക് വേണ്ടിയിട്ടും മോളിലൂടെ ഒരുപാട് ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിശ്വത്തിന് വേണ്ടി മഹാസേവ ചെയ്യാൻ വേണ്ടിയിട്ടും മോൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ആ ഒരു കർമ്മങ്ങളെ എന്തൊക്കെയാണോ അനുഭവിക്കേണ്ടത് അതിനെ അനുഭവിക്കാനുള്ള സ്ഥിതിയും ജ്ഞാനവും തിരിച്ചറിവിന് വേണ്ടിയും പിന്നെ മോളുടെ നാഡീമണ്ഡല ശുദ്ധിക്ക് വേണ്ടിയും കർമ്മപ്രശാന്തത്തിന് വേണ്ടിയിട്ടാണ് സദ്വിനിയോഗം ചെയ്യേണ്ടത്. മോൾ ആചരിക്കുന്നതിലൂടെയാണ് അവർ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മോളുടെ പവർ എന്താണ്, ധ്യാനം ചെയ്താലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ്, എന്തൊക്കെയാ ശക്തിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. മാതാപിതാക്കൾക്കും സിസ്റ്ററിനും മനസ്സിലായി. ഇനി അവരെ കൊണ്ടത് ചെയ്യിക്കുക. നിങ്ങളിത് ചെയ്താലും ഇതാണ് സംഭവിക്കുക. കണ്ണടച്ച് സഹജമായിട്ടുള്ള ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കുറച്ചു നേരം ഇരിക്കിൻ എന്നേ ഇനി പറഞ്ഞു കൊടുക്കാൻ പാടും. ഒരളവ് വരെ നമ്മൾ അവരെ സഹായിക്കാം. കൂടുതൽ അവരുടെ കർമ്മങ്ങളിൽ ഇന്റർഫിയർ ആയി കഴിഞ്ഞാൽ അവര് ആ സ്വയം അതിന് പ്രയത്നിക്കേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അത് അവർ സദ്വിനിയോഗം ചെയ്യാതിരിക്കാൻ നമ്മൾ കാരണമായാൽ അതിന്റെ അനന്തരഫലം കൂടി നമുക്കാണ്. എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ഇൻഡിവിജ്വൽ സോൾസ് അല്ലേ, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് അവരതിന് പ്രയത്നിക്കേണ്ടത്. അവർ പ്രയത്നിച്ചാലും മോൾക്ക് സാധിച്ചതുപോലെ അവർക്ക് സാധിക്കില്ലേ? എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലേ മനസ്സിന് വിശ്രമം കൊടുത്താൽ ഇത്. അപ്പൊ അവർക്കത് പറഞ്ഞു കൊടുക്കാനേ ഇനി പാടും. ഇതും കൂടി മോള് ചിന്തിക്കണം. ഒരിക്കലും ഡോണ്ട് ഇന്റർഫിയർ. അവരുടെ ഒരു കർമ്മങ്ങളിലും അവരുടെ ഒരു അനുഭവങ്ങളിലും മോള് ഇന്റർഫിയർ ആവരുത്. അതിൽ നിന്നുള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നതമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരാൻ അവർക്ക് ഈ ഒരു മാർഗം മോള് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അവരും അപ്പൊ മോളേക്കാൾ ഉത്തമമായിട്ടുള്ള സ്ഥിതിയിൽ അവർക്കും ഈ അനുഭവങ്ങൾ വരാൻ മോൾ എന്ത് ചെയ്യണം? സഹായം ചെയ്യണം. അല്ല നമ്മൾ എന്നും ധ്യാനം ചെയ്തിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ശ്രമിക്കില്ല. അവർ മടിയന്മാരായിട്ട് തുടരുകയുള്ളൂ. വെറുതെ കിട്ടുമ്പോൾ ഒരു വിലയുണ്ടാവില്ലേ മോളെ? അതിന് പ്രയത്നിക്കണം. ഇത് സൂക്ഷ്മമായിട്ടുള്ള ശക്തിയുമായിട്ടുള്ള കളിയാണ്. അത് അവർക്കും പറ്റും ഈസി ആയിട്ട്. എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ ജന്മ അവകാശമാണ് അവനവനെ അറിയുക. മനസ്സിന് വിശ്രമം കൊടുത്തു കഴിഞ്ഞാൽ മിറാക്കിളസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അനന്തമായിട്ട് ലഭിക്കും എന്നുള്ളത് അവരുടെ അനുഭവത്തിൽ വരണമെങ്കിൽ മോൾ അവരെ കൊണ്ട് ധ്യാനം ചെയ്യാൻ പറയാനേ പാടും. നിങ്ങൾ പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇതേപോലെ സംഭവിക്കും എന്നേ പറയാൻ പാടൂ. എന്നും ഇത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവര് സ്വയം പ്രയത്നം ചെയ്യില്ല. അപ്പൊ ഈ ഒരു തിരിച്ചറിവോടുകൂടി മോളിനി പ്രവർത്തിക്കണം. ഓക്കെ ബേബി. അപ്പൊ ഇനി ഓരോ പൊന്നുമക്കളോടും എന്റെ പൊന്നുമോൾക്ക് പറയാനുള്ള കാര്യം എന്താ? എല്ലാവരും വെജിറ്റേറിയൻ ആയി ഒരു ജീവിയുടെയും അംശം തിന്നരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ജീവിയുടെയും കൊലയ്ക്ക് നമ്മൾ കാരണമാവരുത്. എല്ലാരെയും ഒരേപോലെ സ്നേഹിക്കണം. മഹാകരുണയോടുകൂടി ജീവിക്കുമ്പോഴേ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെ, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ദൈവത്തെ പൂജിച്ചത് കൊണ്ടോ ദൈവത്തിന്റെ അംശങ്ങളുള്ള ദിവ്യാത്മസ്വരൂപമായിട്ടുള്ള ഓരോ ജീവികളെയും കൊന്നു തിന്നിട്ട് ദൈവമേ എന്ന് വിളിച്ചത് കൊണ്ടോ ദൈവാനുഗ്രഹം കിട്ടില്ല. നമ്മുടെ ബുദ്ധി ശുദ്ധീകരിക്കണമെങ്കിൽ, നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആഹാരം ശരിയായിരിക്കണം. മനഃശുദ്ധി വരണമെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാവണമെങ്കിൽ, ദൈവം പറഞ്ഞ അനുസരിക്കണമെങ്കിൽ ഒരു ജീവിയെയും കൊല്ലരുത്. ജീവഹിംസ മഹാപാപം എന്നുള്ള സത്യത്തെ അറിഞ്ഞ് ജീവിക്കണം. അല്ലെ, പിന്നെ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണ്ടേ? അതുകൂടി പറഞ്ഞോളൂ. എല്ലാവരും ധ്യാനം ചെയ്യുക, ഒരു ശവക്കറികളും കൂട്ടാതെ. അപ്പൊ എല്ലാവരിലും ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, ലക്ഷ്മി മോളെ പോലെ. അല്ലേ? ലവ് യു ബേബി. എന്റെ പൊന്നുമോള് പറഞ്ഞ ഈ ദിവ്യമായിട്ടുള്ള മെസ്സേജ് ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് അവരിൽ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.